ചേട്ടാ 2019 ജൂലൈ 30 തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടിനടുത്ത് പുന്ന സെന്ററിൽ കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന നൌഷാദിനെ SDPI പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തി. രാഷ്ട്രീയ കേരളം ഞെട്ടിയൊരു സംഭവമാണ്. ഒരു രാഷ്ട്രീയ കൊലപാതകം എന്ന രീതിയിലാണ് ഇത് വ്യാഖ്യാനിക്കപ്പെട്ടത്. വലിയ ജനശ്രദ്ധ നേടിയ ഒരു സംഭവം കൂടിയായിരുന്നു. പുന്ന സെന്ററിൽ നൌഷാദ് ഒറ്റയ്ക്കാകുന്ന സമയം കാത്തിരുന്ന SDPI പ്രവർത്തകർ വന്ന് ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന കുറച്ച് സുഹൃത്തുക്കളെയും ആക്രമിച്ചു. അതിൽ ഇദ്ദേഹത്തെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവരെത്തിയത്. ഇത് 2019 ജൂലൈ മാസം 30 ഈ ആക്രമണം ഉണ്ടാകുന്നത്. ഈ പുന്ന സെന്ററിൽ അവിടെ ഒരു തട്ടുണ്ട്. ഈ ചെറുപ്പക്കാരൊക്കെ ഒന്നിച്ചിരിക്കുന്ന ഒരു തട്ടാണ്. ഈ തട്ടിൽ ഒട്ടനവധി പേര് ഈ വൈകുന്നേരങ്ങളിൽ വന്ന് ഇരിക്കാറുണ്ടായിരുന്നു. ഈ ജൂലൈ 30 രാത്രി സന്ധ്യയ്ക്ക് ഏതാണ്ട് 7 മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ സമയത്ത് ഈ പുന്ന നൌഷാദും വേറെ ഒരു 3 പേരും കൂടി അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം ഒരു 3-4 പേര് മൊത്തത്തിൽ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം ഇതിൻ്റെ കാരണത്തിലേക്ക് പോകണം. അവിടെ SDPIക്ക് കുറച്ച് സ്വാധീനമുള്ള മേഖലയാണ് ഈ ചാവക്കാട് പുന്ന പ്രദേശമൊക്കെ. അത് നിയന്ത്രിക്കുന്നത് വിദേശത്തിരുന്നവരെ ആളുകൾ ഇതിനെ നിയന്ത്രിക്കുന്നുണ്ട്. അങ്ങനെ നിയന്ത്രിക്കുന്ന ഒരാളുമായിട്ട് അവിടെ മുർഷിദ് എന്നാണ് എൻ്റെ ഓർമ്മ. മുർഷിദ് എന്ന് പറയുന്ന ഒരു യുവാവ് ഇവരുമായിട്ട് തർക്കമായി. അതായത് അവരുടെ നേതൃത്വത്തെ അംഗീകരിക്കാൻ ഈ മുർഷിദ് തയ്യാറായില്ല. അങ്ങനെ ഈ മുർഷിദ് അവിടെ നിന്നും പിണങ്ങി ഇറങ്ങി. ഇവർക്കൊരു ക്ലബ്ബുണ്ട്. ഈ SDPIയുടെ നിയന്ത്രണത്തിലൊരു ക്ലബ്ബുണ്ട്. ഫോക്സ് എന്നോ മറ്റോ ആണ് അതിൻ്റെ പേര്. ഈ ക്ലബിലെ അംഗങ്ങളാണ് ഇവരെല്ലാം. അപ്പോൾ ഈ മുർഷിദും കുറച്ച് ചെറുപ്പക്കാരും അവിടെ നിന്നും തെറ്റിയിറങ്ങി, SDPIയിൽ നിന്നും തെറ്റിയിറങ്ങി. അവർ നേരെ വരുന്നത് ഈ പുന്ന നൌഷാദിൻ്റെ അരികിലേക്കാണ്. ഈ നൌഷാദ് ആണെങ്കിൽ നൌഷാദിൻ്റെ നേതൃത്വത്തിൽ വേറൊരു ക്ലബ്ബ് കൂടി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നൌഷാദ് ഇവരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നു. കോൺഗ്രസിലേക്ക് മാലയിട്ട് ഈ ക്ലബിൽ വെച്ച് സ്വീകരിച്ചു. ഇതാണ് പ്രധാനപ്പെട്ട ഈ പ്രശ്നത്തിൻ്റെ പ്രകോപനത്തിൻ്റെ ആദ്യ കാരണം ഇതായിരുന്നു. പിന്നീട് ഈ വന്ന ചെറുപ്പക്കാരിൽ ഞാൻ നേരത്തെ പറഞ്ഞ മുർഷിദിനെ 2 തവണ, ഒരു തവണ ഭീഷണിപ്പെടുത്തുകയും ഒരു തവണ ആക്രമിക്കപ്പെടുകയും ചെയ്തു. ഒരു തവണ അയാളെ ആക്രമിക്കാൻ വന്ന സമയത്ത് ഈ SDPIയിലെ ചിലർക്ക് പരിക്കേറ്റു. അവർക്ക് ഇവർ പ്രതിരോധം തീർത്തു അതിനോട്. അപ്പോൾ പ്രതിരോധം തീർത്തപ്പോൾ SDPIയുടെ ആ ആക്രമിക്കാൻ വന്നവർക്ക് അന്ന് പരിക്കേറ്റു. ആ പരിക്ക് രണ്ടാമത്തെ കാരണം. ഇതോടുകൂടിയാണ് നൌഷാദിനെ തീർക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് ഇവർ തയ്യാറായി വന്നത്. അതിനു മുമ്പ് തന്നെ സോഷ്യൽ മീഡിയ വഴി നൌഷാദിനെ കൊലപ്പെടുത്താനുള്ള കൊലവിളി അവിടെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. നൌഷാദിന് വേണ്ടിയുള്ള കുഴി വെട്ടിക്കൂ എന്നായിരുന്നു പ്രധാനപ്പെട്ട പ്രകോപനം. കുഴി വെട്ടാൻ ഞങ്ങൾ റെഡിയാണ്, തയ്യാറായോ, ജിന്നുകളുടെ കാവലിലാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞു. ജിന്നുകൾ എന്ന് പറഞ്ഞവർ ഉദ്ദേശിക്കുന്നത് എന്തോ കൊലയാളികളെ മറ്റോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ജിന്നുകളുടെ കാവലിലാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള പോസ്റ്റുകൾ വ്യാപകമായി വന്നുകൊണ്ടേ ഇരുന്നു. എന്നിട്ടും നിയമ സംവിധാനമൊന്നും ഈ ചെറുപ്പക്കാരന് സംരക്ഷണം ഒരുക്കാൻ എത്തിയില്ല. നൌഷാദിൻ്റെ ജീവൻ അപകടത്തിലാണ് എന്നുള്ളത് പലതരത്തിൽ പോലീസിന് തന്നെ അറിഞ്ഞ കാര്യമാണ്. കാര്യം അത്രയും വലിയ കൊലവിളി SDPI സോഷ്യൽ മീഡിയ വഴി അവിടെ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കുഴി വെട്ടിയോ, എത്ര വെട്ടും, കുഴി കൊന്നു കഴിഞ്ഞോ, ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റുകളാണ് ഇതിൽ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ നൌഷാദ് അറിയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നൌഷാദ് ഈ സംഭവമൊക്കെ അറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു അയ്യപ്പ സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്, അങ്ങനെയാണ് അതിൻ്റെ പേര്. അതെ, അയ്യപ്പ സുബ്രഹ്മണ്യ ക്ഷേത്രം. പുന്ന അയ്യപ്പ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഈ ക്ഷേത്ര കമ്മിറ്റി ഉത്സവ ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാനാണ് ഈ പുന്ന നൌഷാദ്. അത്തരത്തിൽ ഒരു ജനകീയനായിട്ടുള്ള മനുഷ്യനാണ്. അവരെ എല്ലാ വിഭാഗങ്ങൾക്കും സ്വീകാര്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ടും ഇയാൾ സ്വയം പ്രതിരോധം തീർക്കാനും തയ്യാറായില്ല. പിന്നെ നല്ല ആകാരത്താൽ നല്ല ബലമുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ അയാൾക്ക് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലായിരിക്കാം പുന്ന സെന്ററിൽ അന്ന് ജൂലൈ 30 ഇയാൾ വന്നിരിക്കുമായിരുന്നു. സ്ഥിരമായ അയാൾ അവിടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ പുന്ന നൌഷാദ്. അങ്ങനെ ഇരിക്കുകയാണ് 7-ാം തീയതി ഇവരുടെ ഈ ആക്ഷൻ പ്ലാൻ ഇവർ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 15ഓളം പേരുണ്ടായിരുന്നു. ഇരുചക്ര വാഹനത്തിലാണ് ഇവർ കടന്നു വരുന്നത്. ഈ പുന്ന സെന്ററിലേക്ക് ഇവർ കടന്നു വരുന്നത്. ഇവർ കടന്നു വരുന്ന സമയത്ത് ഇവരുടെ പ്രത്യേകത, ഇവരുടെ പലരുടെയും കൈകളിലൊക്കെ ഈ പാഡ് പോലെ ഈ ക്രിക്കറ്റിലൊക്കെ വെക്കുമല്ലോ, അതുപോലെ ഈ ചാക്കോ മറ്റോ ഒക്കെ കെട്ടിവെച്ചിരുന്നു. കാര്യം ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ കാര്യമായ പരിക്ക് തങ്ങൾ കേൾക്കാൻ പാടില്ല എന്ന രീതിയിൽ അതിനുവേണ്ടിയുള്ള കവചം തീർത്തുകൊണ്ടാണ്
ഇവർ വരുന്നത്. ഇവരെ കൂടാതെ രണ്ടാമതൊരു സംഘം കൂടി അവിടെ കാത്തു കിടന്നിരുന്നു. അതായത് ഈ സംഘം പരാജയപ്പെട്ടാൽ ഈ സംഘത്തിന് താങ്ങാകാൻ വേണ്ടിയിട്ട് അവിടെ ആശുപത്രി വളവിൽ വേറെ സംഘം, സെക്കൻഡ് ഒരു സംഘം കൂടി തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 2 സംഘങ്ങളാണ് ഈ ഒരു പ്ലാന് വേണ്ടി തീരുമാനിച്ചിരുന്നത്. കാര്യം ഇയാളെ ആക്രമിക്കുകയാണെങ്കിൽ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ ഈ 2ാം സംഘം എത്തും. ഇതാണ് അന്നത്തെ ഇവരുടെ ഒരു മാസ്റ്റർ പ്ലാനായിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നേരെ കടന്നു വന്ന് അപ്പോൾ ഇരുട്ടാണ്, പെട്ടെന്ന് ഇവർ കടന്നു വന്നു. ഇവർ നേരെ ഈ നൗഷാദിനെ ആക്രമിച്ചു. ഒപ്പം അവിടെ ഇരുന്നവരെയും ആക്രമിച്ചു. ഈ നൗഷാദിൻ്റെ കണങ്കാലിൽ വെട്ടിക്കളഞ്ഞു. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണിത്. അതായത് രക്ഷപ്പെടാൻ പാടില്ല, ഓടി രക്ഷപ്പെടാൻ പാടില്ല. അതുകൊണ്ട് കാലിനാണ് ഇവരുടെ ആദ്യത്തെ. കാലിന് വെട്ടിയാൽ പിന്നെ ഓടാൻ പറ്റില്ലല്ലോ. അപ്പം ഇയാൾ അവിടെ നിന്നും ഈ നൗഷാദ് അവിടെ നിന്നും ഈ കാല് വലിച്ച് ഇവിടെ നിന്നും ഈ പുറകുവശത്തേക്ക് പോയി. ഈ ഷെഡിന്റെ പുറകുവശത്ത് കുറച്ച് തെങ്ങുകളൊക്കെ നിൽപ്പുണ്ട്. അവിടെ ചേമ്പൊക്കെ നിൽപ്പുണ്ട്. ചേമ്പും പുല്ലും ഒക്കെ വളർന്നു കിടക്കുന്ന ഒരു ഏരിയ ആണ്. അവിടെ ചെന്ന് ഇദ്ദേഹം വീണ് പോയി. അവിടെ ഇട്ട് തുരുതുര വെട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് 28 വെട്ടുകളാണ്. 28 വെട്ടിൽ പലതും ഒരേ സ്ഥലത്ത് വീണ്ടും വെട്ടിയിരിക്കുകയാണ്. കാല് അറ്റുപോകുന്ന നിലയിലായിരുന്നു. കൈപ്പത്തി അറ്റുപോകുന്ന നിലയിലായിരുന്നു. ഷോൾഡറിന്റെ ഈ ഭാഗത്ത് വെട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നെഞ്ചില്, തുടയില്, ഇവിടെ എല്ലാം തന്നെ ഇദ്ദേഹത്തിന് വെട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ IG എസ് സുരേന്ദ്രൻ പറയുന്ന പ്രകാരമാണെങ്കിൽ, അന്നത്തെ റേഞ്ച് IG, തൃശ്ശൂർ റേഞ്ച് IG എസ് സുരേന്ദ്രനായിരുന്നു. അദ്ദേഹം പറയുന്ന പ്രകാരമാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ക്രിമിനൽ സംഘം വന്നത്. അതെ. ഈ തക്ബീർ വിളിച്ചുകൊണ്ടാണ് അവരുടെ കൊലപാതകം അവർ നടത്തിയത്. തക്ബീർ വിളിക്കുന്നുണ്ടായിരുന്നു ഇവർ ആ സമയത്ത്, കൊലപാതക സമയത്ത്. അത് സാക്ഷിമൊഴിയിലുണ്ട്. സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. തക്ബീർ വിളിച്ചുകൊണ്ടാണ് ഇവർ ഈ കൊലപാതകം നടപ്പാക്കിയത്. അങ്ങനെ ഇവർ 15-അംഗ സംഘം ഉണ്ടായിരുന്നു. ഈ 15-അംഗ സംഘമാണ് ഈ കൊലപാതകം നടത്തുന്നത്. ഇതിനുശേഷം ഇവർ അവിടെ നിന്നും വിളിച്ചു പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നൗഷാദിനെ പോലെ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാം. ഇത് ഞാൻ പറഞ്ഞ ആ കേസിലെ റിമാൻഡ് റിപ്പോർട്ടിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. നൗഷാദിനെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാം. ഇത് പറയുന്ന അവിടെ നിന്നും ഉറക്കെ ഭീഷണി കൂടിയാണ്. അതെ, ഭീഷണി. അതുപോലെ ഒരാൾ തങ്ങളുടെ പ്രസ്ഥാനത്തിനെതിരെ വരരുത്, ഇനി ഒരാൾ വരാൻ അവിടെ തലപൊക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു SDP അവിടുത്തെ തീരുമാനം. ഈ വന്നവർ പല ഭാഗങ്ങളിലായിട്ടാണ് പോയത്. വന്നത് ഒരുമിച്ചാണെങ്കിലും പോയത് പല ഭാഗങ്ങളിലായിട്ട് ഇവർ കടന്നുപോയി. അങ്ങനെ പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ നാട്ടുകാർ ഇടപെട്ടുകൊണ്ട് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ജൂലൈ 31-ാം തീയതി ഇദ്ദേഹം ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടു. കാര്യം അത്ര മാരകമായിട്ടുള്ള മുറിവുകളായിരുന്നു ഈ നൗഷാദിന് അന്ന് ഏറ്റിരുന്നത്. 31-ാം തീയതി മരണം സംഭവിക്കുന്നു. ഇതിനുശേഷം പോലീസ് വ്യാപകമായി ഈ പ്രതികൾക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും ഇവരെ കണ്ടെത്താൻ സാധിച്ചില്ല. കൊല നടന്ന 5-ാമത്തെ ദിവസമാണ് ആദ്യത്തെ ആളെ കിട്ടുന്നത്. അയാളുടെ പേര് മുബീൻ എന്നായിരുന്നു. മുബീൻ ഈ ആക്ഷനിൽ ഡയറക്റ്റ് ആക്ഷനിൽ പങ്കെടുത്ത ആളാണ് മുബീൻ. പിന്നീട് നിരവധി പേരെ പിടിച്ചത് ഷബീർ, മുസ്തഫ, ഫാമിസ്, ഫൈസൽ, ഇങ്ങനെ ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടേ ഇരുന്നു പോലീസ്. ആരായിരുന്നു ഇതിൻ്റെ ഈ ഓപ്പറേഷന് നിർദ്ദേശം നൽകിയത്? അതാണല്ലോ പ്രധാനപ്പെട്ട ആള്. അപ്പോൾ അത് പോലീസ് അന്വേഷിച്ച് ചെന്നപ്പോൾ ചാവക്കാട് ഏരിയ പ്രസിഡന്റ് കാരി ഷാജിയാണ് ഈ പുന്ന നൗഷാദിനെ കൊലപ്പെടുത്താനുള്ള നിർദ്ദേശം ഈ ചെറുപ്പക്കാർക്ക് നൽകിയതും ഇവർക്ക് അതിനുവേണ്ടി പരിശീലനമൊക്കെ നൽകാൻ ആളുകളെ ഏർപ്പാടാക്കിയത്. ഏകദേശം ഈ കേസിൽ 22ഓളം പ്രതികളുണ്ട്. ഈ പ്രതികളിൽ പൂർണ്ണമായും ഇന്നുവരെ ആരെയും പൂർണ്ണമായും പിടികൂടാൻ പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഈ കേസിലെ 3 പേരെ പിടികൂടിയത് കഴിഞ്ഞ വർഷമാണ്. 2019 നടന്നാണ്. 2019 കൊലപാതകത്തിൽ കഴിഞ്ഞ വർഷമാണ് 3 പേരെ പിടികൂടിയത്. ഇതിൽ തന്നെ കാരിഷാജിയെ പിടികൂടുന്നത് 40-ാമത്തെ ദിവസം തമിഴ്നാട്ടിൽ നിന്നാണ് കാരിഷാജിയെ പോലീസ് കണ്ടെത്തുന്നത്. കാരിഷാജിക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസൊക്കെ അന്ന് പോലീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇയാൾ അതിന് മുമ്പ് തന്നെ, കൊലപാതകത്തിന് മുമ്പ് തന്നെ, ഈ ആക്ഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ കേരളം വിട്ടു. അതുകൊണ്ട് പോലീസിന് ഇയാളെ പിടികൂടാൻ സാധിച്ചില്ല. പിന്നീട് ഇപ്പോഴും നമ്മുടെ കണക്ക് പ്രകാരമാണെങ്കിൽ 7ഓളം പേർ ഇനിയും ഈ കേസിൽ പിടികൂടാനുണ്ട്. ഇപ്പോൾ ഒരാളെ ഡോൺ എന്ന് വിളിക്കുന്നില്ല. ഇതാണ് ഈ കേസിൻ്റെ തുടക്കം. അങ്ങനെയാണ് SDP-യിലെ അകത്തെ ചെറുപ്പക്കാർ ഇതിൽ നിന്നും തെറ്റിപ്പിരിയുന്നത്. അതായത് അതിലൊരാളെ ഡോൺ എന്ന് വിളിക്കണമെന്ന് ഈ ചെറുപ്പക്കാരോട് അയാൾ ആവശ്യപ്പെട്ടു. ഡോൺ എന്ന് വിളിക്കാൻ ഈ ചെറുപ്പക്കാർ തയ്യാറില്ല. ആ ചെറുപ്പക്കാർ അതോടുകൂടി ഈ ഡോണിനെ തള്ളിക്കളഞ്ഞിട്ട് അവർ പ്രസ്ഥാനം വിട്ട് അവരിറങ്ങി വന്നു. അവർ കോൺഗ്രസിൻ്റെ ഭാഗമായി.
ഇതായിരുന്നു അന്നുണ്ടായിരുന്ന ഈ പ്രധാനപ്പെട്ട ഈ പ്രശ്നത്തിൻ്റെ തുടക്കം. അവിടെ നിന്ന് ഇങ്ങോട്ട് നൗഷാദിൻ്റെ കൊലപാതകം, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെ പ്രതികളെ പൂർണ്ണമായും പിടിക്കാൻ പറ്റാത്ത പോലീസ് സംവിധാനം. SDPI പ്രവർത്തകർ, അതായത് അവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ അവർ പല ഭാഗത്തേക്ക് ചിന്നി പൊക്കളയും. പിന്നെ ഇവരെ കിട്ടില്ല. പിന്നെ അവർ എത്രയും അധികം ആൾക്കാർ വന്ന് അവർ കൊലപാതകം നടത്താനുള്ള കാരണം, ഈ കൊലപാതകം ഇത്രയും പേർ വന്ന് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നെ അവിടെ നിന്നും പുന്ന നൗഷാദിനെ വെട്ടിയിട്ട് അവർക്ക് അവിടെ നിന്നും പോകാൻ പറ്റാത്ത സാഹചര്യം അവിടെ ഉണ്ടാകാനുള്ള സാധ്യത അവർ മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് ഇത്രയധികം ആൾബലത്തിൽ വന്നത്. ഇവർക്കെല്ലാം തന്നെ നേരത്തെ പരിശീലനം കൊടുത്തിരുന്നു. അത് കടുകട്ടിയുള്ള പരിശീലനം. ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ നല്ല ആകാരം നോക്കുമ്പോൾ നല്ല ശരീരമുള്ളൊരു മനുഷ്യനെ പെട്ടെന്ന് പിടിച്ചിടുക മാത്രമല്ല, പൊതുസമ്മതനായിട്ടുള്ള ഒരാളെ തൊടുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ പ്രതിരോധിക്കാനുള്ള സാധ്യത ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അത് പ്രതിരോധിച്ചു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. പണ്ടൊരാളെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ കൊലപാതക സംഘമെത്തി. ഒരു പൊതുപ്രവർത്തകനാണ്, ഇവിടെയൊന്നുമല്ല, ഈ ജില്ലയിലല്ല. ഞാൻ പറഞ്ഞ ജില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരാണെന്ന് വ്യക്തമാവുകയും ചെയ്യും. അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ വന്നപ്പോൾ നാട്ടുകാർ കല്ലെറിഞ്ഞു കൊലയാളികൾക്ക് നേരെ. സാധാരണക്കാരാണ് ഇവരവിടെ കിടന്ന് മെറ്റിൽ പറക്കി എറിഞ്ഞു കൊടുത്തു. അതോടുകൂടി ഈ വന്ന സംഘം വലിഞ്ഞു കളഞ്ഞു. അതോടുകൂടി ഒരു കൊലപാതക ശ്രമം അതോടുകൂടി അവസാനിച്ചു. ആൾ വലിയ ആളാണ് ആ നേതാവ്. ശരി.